ഹലോ മൈ ഡിയേഴ്സ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഓട്സ് പുട്ടിൻ്റെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ നമ്മൾ അധികം എല്ലാവരും ഇപ്പോൾ രാത്രി ചപ്പാത്തിയൊക്കെ ആയിരിക്കും കഴിക്കുന്നത്. അപ്പോൾ എപ്പോഴും ഇങ്ങനെ ചപ്പാത്തിയൊക്കെ കഴിച്ച് മടുത്തവർക്ക് ഉണ്ടാക്കി നോക്കാൻ പറ്റിയ നല്ല അടിപൊളിയായിട്ടുള്ള ഒരു റെസിപ്പിയാണ് ഓട്സ് പുട്ട്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പുട്ടാണ്. നമ്മൾ ഓട്സ് കൊണ്ടാണ് ഈ ഒരു പുട്ട് ഉണ്ടാക്കിയത് നമുക്ക് കഴിക്കുമ്പോൾ മനസ്സിലാവില്ല, അത്രയും ടേസ്റ്റാണ്. വളരെ സിമ്പിളാണ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെയാണ് ഈ ഒരു ഈസി ആയിട്ടുള്ള ഓട്സ് പുട്ട് ഉണ്ടാക്കുന്നതെന്ന്. അപ്പോൾ നമുക്ക് വീഡിയോ കണ്ടിട്ട് വരാം. ആദ്യം നമുക്ക് ഓട്സ് ഒന്ന് പൊടിച്ചെടുക്കണം. അതിനായിട്ട് ഞാനൊരു മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1 കപ്പ് ഓട്സാണ് ഞാൻ എടുക്കുന്നത്. നിങ്ങൾക്ക് എത്രയാണോ ആവശ്യം അതിനനുസരിച്ചിട്ട് എടുക്കുക. ആദ്യം നമുക്കിത് നന്നായിട്ടൊന്ന് ഫൈനായിട്ടൊന്ന് പൊടിച്ചെടുക്കാം. അപ്പോൾ ഞാനിതൊന്ന് പൊടിച്ചെടുത്തതിന് ശേഷം കാണിച്ചു തരാം. ഇതാണ് ഞാനിവിടെ ഓട്സ് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇതുപോലെ നമ്മളെ പുട്ടുപൊടിയൊക്കെ ഇല്ല, ആ ഒരു രീതി തന്നെയാണ് പൊടിച്ചെടുക്കേണ്ടത്. അപ്പോൾ 1 കപ്പ് ഓട്സ് പൊടിച്ചെടുത്ത് കഴിഞ്ഞാൽ ഇത്രയും ഉണ്ടാവും. ഒരു വലിയൊരു കഷ്ണം പുട്ടുണ്ടാക്കാനുള്ള ഉണ്ടാവും. അപ്പോൾ നമുക്ക് രാത്രിയൊക്കെ ഒരു കഷ്ണം കഴിച്ചാൽ മതിയല്ലോ. ഇത് നന്നായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനിയിപ്പം നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നനച്ചെടുക്കണം. അപ്പോൾ ഉപ്പൊക്കെ വളരെ കുറച്ചിട്ടാൽ മതി. നമ്മൾ സാധാരണ പുട്ടുപൊടിയിൽ ഇടുന്നത് പോലെ ഇടണ്ട, കുറച്ച് ഉപ്പ് ഇട്ട് കൊടുത്താൽ മതി. നന്നായിട്ടൊന്ന് ആദ്യം കൈവച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഉപ്പ് എല്ലാ ഭാഗത്താകുന്ന രീതിയിൽ മിക്സ് ചെയ്തെടുക്കുക. ഇനി നമ്മളിത് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം. അപ്പോൾ ആദ്യം തന്നെ കുറേ വെള്ളം ഒഴിച്ചിട്ട് നമ്മൾ പുട്ടുപൊടിയൊന്നും നനയ്ക്കുന്നത് പോലെ ചെയ്യരുത്. കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് കുഴച്ചെടുക്കുക. കുഴച്ചെടുത്ത് അവസാനം ആകുമ്പോഴേക്ക് ഇതൊരു നമ്മളൊരു ചപ്പാത്തിയുടെ മാവ് പോലെ ആയിരിക്കണം. എന്നിട്ട് നമ്മൾ വീണ്ടും അത് പൊടിച്ചെടുക്കും. അങ്ങനെ ആകുമ്പോഴാണ് നല്ല സോഫ്റ്റ് ആയിട്ട് വരിക. അല്ലാണ്ട് നമ്മൾ സാധാരണ പുട്ട് ഉണ്ടാക്കുന്നത് പോലെ ഇത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റില്ല. അപ്പോൾ ഈ ഒരു മെത്തേഡിൽ തന്നെയാണ് നമ്മൾ ഓട്സ് പുട്ട് എപ്പോഴും എല്ലാവരും ഉണ്ടാക്കുക. അപ്പോൾ ഞാനിത് കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് ആദ്യം നമ്മളിത് നന്നായിട്ടൊന്ന് നനച്ചെടുക്കട്ടെ. ഈ ഒരു വീഡിയോയിൽ കാണുന്നത് പോലെ തന്നെ ചെയ്യാം. നന്നായിട്ട് കുഴച്ചെടുക്കാം. അപ്പോൾ അതാ ഞാൻ നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇപ്പം നിങ്ങൾക്ക് ഈ ഒരു പൊടി കാണുമ്പോൾ മനസ്സിലാകുന്നുണ്ടാവും. നമ്മൾ ചപ്പാത്തിക്ക് കുഴച്ചെടുക്കുന്ന ആ ഒരു രീതിയിലാണ് ഞാൻ ഈ ഓട്സ് പൊടി കുഴച്ചെടുത്തിട്ടുള്ളത്. വീണ്ടും ഞാൻ കൈവച്ചിട്ടൊന്ന് നന്നായിട്ടൊന്ന് ഇത് പൊടിച്ചെടുക്കുന്നുണ്ട്. ഇനി നമ്മൾ എന്താ ചെയ്തതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മിക്സിയുടെ ജാറിലേക്ക് ഇത് വീണ്ടും ഒന്ന് ഇട്ടിട്ട് ഒന്നും കൂടെ പൊടിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ കുഴച്ച് വെച്ചിട്ടുള്ള ഓട്സ് നമ്മളിതിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ടൊന്ന് കറക്കിയെടുക്കുക. അത് നന്നായിട്ട് ഇങ്ങനെ അരച്ചെടുക്കരുത്. നമ്മൾ ആ പുഷ് ബട്ടൺ ഉണ്ടല്ലോ മിക്സിയുടെ, അതൊന്ന് അമർത്തിയിട്ട് ഒന്ന് രണ്ട് പ്രാവശ്യം ഒന്ന് അമർത്തിയിട്ട് ഒന്ന് കറക്കിയെടുത്താൽ മതി. അപ്പോഴേക്ക് നല്ല കറക്റ്റ് പൊടിയായിട്ട് നമുക്ക് കിട്ടും. അങ്ങനെ ഞാൻ ആക്കിയെടുത്തിട്ടുള്ള പൊടിയാണിത്. ഇപ്പം കണ്ടോ, നല്ല കറക്റ്റ് പാകത്തിനായിട്ടുണ്ട്. നല്ല പൊടി പോലെയുണ്ട്. നമ്മൾ സാധാരണ പുട്ടുപൊടിയുടെ ആ ഒരു പരുവത്തിലായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതൊരു വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. കണ്ടോ, നല്ല കറക്റ്റാണ്. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ടാവും. കറക്റ്റ് നനവും കാര്യങ്ങളൊക്കെ കറക്റ്റാണ്. ഇനി നമുക്ക് നേരിട്ടിത് പുട്ടുണ്ടാക്കിയെടുക്കാം. ഇനി വേറെ ഒന്നും ചെയ്യേണ്ട, വെള്ളമൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല. ഇനി ഞാനിതിലേക്ക് കുറച്ച് തേങ്ങ ചേർക്കുന്നുണ്ട്. ഇത് ഓപ്ഷണലാണ്. പുട്ടുണ്ടാക്കുമ്പോൾ നമ്മൾ അധികവും തേങ്ങ ചേർക്കുമല്ലോ പൊടിയിൽ. അപ്പോൾ ഇഷ്ടമുണ്ടെങ്കിൽ ചേർത്താൽ മതി. ഇനിയിപ്പോൾ കൊളസ്ട്രോളൊക്കെ ഉള്ളവരാണെങ്കിൽ ഇങ്ങനെ ചേർക്കണമെന്നില്ല. വെറുതെ നമ്മൾ ഒന്ന് പുട്ട് റെഡിയാക്കി എടുത്താൽ മതി. അപ്പോൾ അതാ ഞാൻ കുറച്ച് തേങ്ങയായിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. തേങ്ങ കൂടി ചേർക്കുമ്പോൾ കുറച്ചുകൂടി നല്ല ടേസ്റ്റ് ഉണ്ടാവും. ഇനി ഞാൻ ഈ ഒരു ചിരട്ടപ്പുട്ടിൻ്റെ ഇതിലാണ് ഉണ്ടാക്കുന്നത്. അതിലേക്ക് ആദ്യം കുറച്ച് തേങ്ങ ഇട്ട് കൊടുത്തു. എന്നിട്ട് നമ്മൾ പുട്ടുപൊടി ഇട്ട് കൊടുക്കാം. ഇത്രയേ ഉള്ളൂ. വളരെ സിമ്പിളാണ്, നല്ല ടേസ്റ്റാണ്, നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പുട്ടാട്ടോ. ഞാൻ ഇതേ രീതിയിൽ ഗോതമ്പ് പുട്ട് സോഫ്റ്റായിട്ട് ഉണ്ടാക്കുന്ന ഒരു വീഡിയോ മുമ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു, കുറേ മുമ്പ്. അതിൻ്റെ ലിങ്ക് പറ്റുമെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അപ്പോൾ നമുക്കിനി ഇത് നന്നായിട്ട് ആവി വന്നതിന് ശേഷം എടുത്തു നോക്കാം. പുട്ട് വെച്ചിട്ടുണ്ട്, റെഡിയായി വരട്ടെ. അപ്പോൾ അതാ നമ്മളെ പുട്ടിന് ആവി വന്നിട്ടുണ്ട്. പിന്നെ ഇത് ഓട്സ് പുട്ടായതുകൊണ്ട് തന്നെ അങ്ങനെ ഒരുപാട് സമയം തൊട്ട് വേവിക്കേണ്ട ആവശ്യമില്ല, പെട്ടെന്ന് തന്നെ റെഡി ആയിട്ട് വരും. അപ്പോൾ അത് പുട്ട് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് എടുത്തിട്ട് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. അപ്പോൾ എപ്പോഴും നമ്മൾ ഓട്സ് പുട്ടൊക്കെ ഉണ്ടാക്കുമ്പോൾ ഒരു റെഡി ആയി കഴിഞ്ഞ് ഒരു 5 മിനിറ്റ് വെച്ചതിന് ശേഷം മാത്രം പാത്രത്തിലേക്ക് മാറ്റിയാൽ മതി. ഇല്ലെങ്കിൽ പൊടിഞ്ഞു പോകും. കാരണം നല്ല സോഫ്റ്റാണ്. ചൂടോടുകൂടി ചെയ്യുമ്പോൾ പെട്ടെന്ന് പൊടിഞ്ഞു പോകും. എൻ്റെ പുട്ട് പൊടിഞ്ഞു പോയിട്ടുണ്ടായിരുന്നു, അതുകൊണ്ടാണ് പറഞ്ഞത്. ഞാൻ പിന്നെ വീഡിയോ എടുക്കേണ്ടതുകൊണ്ട് പെട്ടെന്ന് തന്നെ ചെയ്തതേ ഉള്ളൂ. അപ്പം നമ്മൾ ടേസ്റ്റി ആയിട്ടുള്ള നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പുട്ട് റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് എന്തായാലും അറിയിക്കണം. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. അടുത്ത മറ്റൊരു നല്ലൊരു റെസിപ്പിയായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം. താങ്ക്